നമസ്കാരം. നിലാവിന്റെ സംഗീതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സൂഫി സംഗീതം എന്നാൽ സ്നേഹത്തിന്റെ സംഗീതമാണ്. സ്നേഹത്തിന്റെ സംഗീതം മലയാളികൾക്കിടയിൽ ജനകീയമാക്കിയ പ്രശസ്ത ഗായകൻ അഷ്റഫ് ഹൈദ്രോസ് ആണ് ഇന്ന് നമ്മുടെ അതിഥി. ഹൃദയം നിറഞ്ഞ സ്വാഗതം. സൂഫി സംഗീതത്തെക്കുറിച്ച് രണ്ട് വാക്ക്. സൂഫി സംഗീതം എന്നാൽ ഇറ്റ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ലവ്. അപ്പോൾ ഒരു സ്നേഹത്തെ എങ്ങനെ നമുക്ക് ആഘോഷിക്കാം, അല്ലെങ്കിൽ ആ സ്നേഹത്തിൽ കൂടെ നമുക്ക് എങ്ങനെ പരസ്പരം ആഹ്ലാദിക്കാം, അല്ലെങ്കിൽ ആ സ്നേഹത്തിലൂടെ നമുക്ക് എങ്ങനെ ഈശ്വര സാന്നിധ്യത്തിലേക്ക് എത്താം എന്നുള്ളതാണ് സൂഫി സംഗീതം. നിലാവിന്റെ സംഗീതം പോലെ ഇനിയുള്ള നിമിഷങ്ങൾ നമുക്ക് ഇവിടെ ഒരു സംഗീത മഴ തീർക്കാം. ശരി, കൂടെയുള്ള ആളുകളെ പരിചയപ്പെടുത്താം. എൻ്റെ കൂടെയുള്ളത് കബീർ അബ്ദുൽ റഹ്മാൻ ഹാർമോണിയത്തിൽ, സാജൻ കീബോർഡ്, ഹക്കീം ഓൺ തബ്ല ആൻഡ് ധോലക്, ശ്രീരാജ് ഓൺ composer and rhythm, and Jafar Ashik is supporting me on vocal. അപ്പൊ നമുക്ക് ആദ്യ ഗാനത്തിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും. ആദ്യ ഗാനത്തിന്റെ പ്രത്യേകതകൾ. ആദ്യ ഗാനം സൂഫി സമ്പ്രദായത്തിൽ സാധാരണ ഒരു ഇൻവോക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എന്ന രീതിയിലാണ് എല്ലാ സംഗീതത്തിലും നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ സൂഫി സംഗീതത്തിലും നാം ഒരു ഇബാദത്ത്, അത് ഇപ്പോഴത്തെ ഒരു നമ്മളുടെ ഈ ദുൽഹജ്ജ് മാസത്തിലെ ഹജ്ജ് കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെ നമ്മൾ ഓർക്കുന്ന ഒരു നാത്താണ് ആദ്യമായിട്ട് നാം പാടുന്നത്. സൂഫികൾ പുറം ലോകത്തോട് സംഗീതം കൊണ്ടാണ് സംവദിക്കുന്നത്. അതേപോലെ നമുക്കും സംഗീതം കൊണ്ട് പ്രേക്ഷകരോട് സംസാരിക്കാം. ताजदारे हरम, ताजदारे हरम, ताजदारे हरम, ताजदारे हरम, ओ निगाहे करम, ताजदारे हरम, ताजदारे हरम, ओ निगाहे करम, ताजदारे हरम, ताजदारे हरम, ओ निगाहे करम, हम गरीबों के दिल सवर जाएंगे, आमिए बेकसा, आमिए बेकसा,
कहाँ काम दे आम ये बेकसा क्या कहेगा जहाँ आपके दर से काली अगर जाएंगे ताजदारे हरम ताजदारे हरम ताजदारे हरम निगाहे करम ताजदारे हरम कोई अपना नहीं गम कि मारे गए कोई अपना नहीं गम कि मारे गए कोई अपना हमारे हम हम आपके दर की फरियाद लाएंगे हम आपके दर पे फरियाद लाएंगे हम वो निगाहे करम वरना चौकट पे हम वो निगाहे करम वरना चौकट पे हम आपके नाम ले लेके मर जाएंगे ताजदारे हरम ताजदारे हरम അഷ്റഫായി, മനോഹരം എന്ന് പറഞ്ഞാൽ അത് പോരാതെ വരും. അത്ര നന്നായിരുന്നു. താങ്ക് യു. ഈ സംഗീതത്തിന് കാലം, ദേശം, ഭാഷ ഇതൊന്നും ഒരു വിഷയമല്ലല്ലോ ആസ്വദിക്കുന്നതിന്. അതുകൊണ്ട് തന്നെയാണ് സൂഫി സംഗീതം ഇത്രയും ജനകീയമായത്. തീർച്ചയായും. ഇപ്പോ സൂഫി സംഗീതം നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും അതിനെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ അകമ്പടിയോടെ അതുമായി കണക്ട് ചെയ്ത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അഷ്റഫായി ആണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സംഗീത ശാഖയിലേക്ക് എത്തിപ്പെട്ടത്? തീർച്ചയായും കവാലി അതല്ലെങ്കിൽ സൂഫി സംഗീതം എന്നത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ തന്നെ ഒരു ഉപശാഖയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ രാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ അതിൽ പ്രസക്തമായിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ഖയാലിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമ്പ്രദായങ്ങൾ, അതുപോലെ താൻസ് അല്ലെങ്കിൽ സർഗം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാടുമ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലാസിക്കൽ ഫോം അതിന് വരും എന്നുള്ളതാണ് നമ്മളുടെ ഒരു ശ്രമം. ഇന്ത്യക്കകത്തും പുറത്തുമായി ഒരുപാട് ഗുരുക്കന്മാരും അതേപോലെ തന്നെ ശിഷ്യഗണങ്ങളും ഉണ്ട്. എൻ്റെ ഗുരു ഉസ്താദ് ഫയാസ് ഖാൻ സാബാണ്. അദ്ദേഹം ഒരു 12 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു അറിവാണ് എന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. പിന്നെ കുറച്ച് പേര് സൂഫി സംഗീതത്തിൻ്റെ ഒരു താല്പര്യം കണ്ടുകൊണ്ട് പല ഭാഗത്തു നിന്നും ആളുകൾ എൻ്റെ അടുത്തു നിന്നും അഭ്യസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും. ഈ പാട്ടിൻ്റെ തന്നെ ഒരു എന്താ പറയുക, ഒരു അനുബന്ധം എന്ന നിലയിലാണ് അടുത്ത സോങ് വരുന്നത്. അതും ഈ നാത്ത് വിഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ്. सरला मका से तलब हुई, सरला मका से तलब हुई, तुय मुंतहा वो चले नबी. सरला मका से तलब हुई, तुय मुंतहा वो चले नबी. सरला मका से ला मका से सरला मका से ला मका से सरला मका से तलब हुई, तुय मुंतहा वो चले नबी. सरला मका से तलब हुई, तुय मुंतहा वो चले नबी. सरला मका से तलब हुई,
सुए मुल्तहा वो चले नबी ये कमाल हुस्न का मौजज़ा के फिराक हक भी न खाक सके सरला मक्का से सुए मुल्तहा ये चले नबी सरला मक्का से तलब हुई कोई हद है उनके उरूज की कोई हद है उनके उरूज की बलगल गुलाब कमाल ही सरला मक्का से तलब हुई सुए मुल्तहा वो चले नबी सरला मक्का से तलब हुई ये मसल ये नूरे खुदा बलगल गुलाब कमाल की मौला अली मुश्किल कुशा बलगल गुलाब कमाल की मौला अली मुश्किल कुशा खुशबू तुझा भी जमाल ही हंसने जाने ये फातिमा हंसने जाने ये फातिमा हज़मुल जमीय की सालही यानी मुहम्मद मुस्तफ़ा यानी मुहम्मद मुस्तफ़ा सल्लु अलैहि व आलमी यानी मुहम्मद मुस्तफ़ा सल्लु अलैहि व आलमी सल्लु अलैहि व आलमी सल्लु अलैहि व आलमी सरला मक्का से तलब हुई सरला मक्का से तलब हुई सरला मक्का से तलब हुई എനിക്ക് തോന്നുന്നു ഈ പരിപാടിയുടെ പേര് നിലാവിന്റെ സംഗീതം എന്ന് മാറ്റിയിട്ട് നമുക്ക് സംഗീതം മഴയെന്നാക്കായിരുന്നു എന്ന്. ഈ ഒരു മേഖലയിലേക്ക് സൂഫി സംഗീതത്തിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം എങ്ങനെയാണ്? ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? സ്വാധീനം പണ്ട് മുതലേ സംഗീതം ഇഷ്ടമായിരുന്നു. അപ്പോൾ സംഗീതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഡൽഹിയിലെല്ലാം പോയത്. അവിടെ വെച്ച് കുറേ ഗുരുക്കന്മാരെയും അതുപോലെ തന്നെ കുറേ സൂഫി സന്യാസിമാരെയും കാണാനിടയായി. അതുപോലെ കൂടുതൽ ലൈവ് കവാലി കാണാനുമുള്ള ഭാഗ്യം അവിടെ വെച്ചുണ്ടായി. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ഒരു പഠിക്കുന്ന സമയത്ത് ഇവിടെ ലൈവ് കവാലികൾ കുറവായിരുന്നു, പ്രത്യേകിച്ച് അതിൻ്റെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള കവാലികൾ. അപ്പോൾ ഒരുപാട് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളെയൊക്കെ കാണാൻ പറ്റി. കൂട്ടത്തിൽ സാബ്രി ബ്രദേഴ്സിൻ്റെ പരിപാടിയും നേരിൽ കാണാൻ പറ്റി. അതൊരു സ്പാർക്കായിരുന്നു. അപ്പോൾ ആ മേഖലയിലേക്കൊന്ന് കയറി നോക്കിയാലൊന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. പിന്നെ കുറേ ഇടപഴകൽ ഉണ്ടായിരുന്നു ഇതുപോലുള്ള ദർവേശുകളുമായിട്ടും സൂഫി ദർഗകളിൽ സന്ദർശനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. ഇതിനോടകം ഒരുപാട് വേദികളിൽ പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റുകൾ വരുന്നത് ഏത് തരം പാട്ടുകൾക്കാണ്? തീർച്ചയായിട്ടും ഒരു സൂഫി കോൺസേർട്ടിൽ സൂഫി റിലേറ്റഡ് ആയിട്ടുള്ള ഫർമായിഷുകളാണ് സാധാരണ വരാറ്. എന്നാലും ഗസലുകളും പാടാൻ പലപ്പോഴും അഭ്യർത്ഥനകൾ ഉണ്ടാവാറുണ്ട്. കാരണം സൂഫി സംഗീതവും ഗസൽ സംഗീതവും വളരെ അടുത്ത് നിൽക്കുന്നു. രണ്ടിലും ചിലപ്പോൾ പ്രമേയങ്ങൾ ഒന്നാവാം. രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗസലിൽ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, ഈശ്വരനോടുള്ള ഒരു സാമീപ്യത്തെക്കാൾ ഉപരി ഒരു വേർലി ലവ് എന്നുള്ള രീതിയിലുള്ള പ്രമേയങ്ങളാണ് കാണുന്നത്. പക്ഷേ അത് നമ്മൾ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ അതിലും ഒരു വിലോഡിനുള്ള ഒരു സ്പിരിച്വൽ മാസ്റ്ററിനോടുള്ള ഒരു എന്താ പറയുക, ഒരു ലവ് അതിലുമുണ്ടെന്ന് നമുക്ക് വിശകലനം ചെയ്താൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സൂഫിയാന ഗസൽ എന്നുള്ള ഒരു വിഭാഗം തന്നെ അതിന് തനിയെ ഉണ്ട്. അതിലെ പ്രമേയങ്ങളും അത്തരത്തിലുള്ള ആത്മീയ ഗസലുകളെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും.
എന്നാലും പൊതുവെ മിക്കവാറും വേദികളിൽ 1-2 ഗസലുകൾ പാടാൻ ആളുകൾ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്കൊരു ഗസലിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നോക്കാം. वो दिल नवाज है, वो दिल नवाज है, लेकिन नजर शनास नहीं. मेरा इलाज मेरा इलाज मेरे कारगर के पास नहीं. वो दिल नवाज है, लेकिन नजर शनास नहीं. वो दिल नवाज कभी कभी जो तेरे कुर्ब में गुजारे थे, कभी 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 तेरे कुर्ब में गुजारे थे. अब उन दिनों का तस्वुर भी मेरे पास नहीं. अब उन दिनों तस्वुर भी मेरे पास नहीं. मेरा इलाज मेरे कारगर के पास नहीं. वो दिल नवाज. അഷ്റഫ് ഭായ്, ഗംഭീരം. നമ്മൾ നേരത്തെ പറഞ്ഞു സൂഫി സംഗീതത്തിന്റെ ഭാഷ സ്നേഹത്തിന്റെ ഭാഷയാണ് എന്ന്. അപ്പോൾ ഈ പാട്ടുകളിലൊക്കെ ഭാഷ ഒരു പ്രധാന ഘടകമാണല്ലോ, അതിന്റെ ഒരു പ്രാധാന്യം. തീർച്ചയായിട്ടും ഈ കാവ്യങ്ങളെല്ലാം തന്നെ 700-750 വർഷങ്ങൾക്കപ്പുറം സൂഫി സംഗീതത്തിലുള്ള സാഹിത്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എഴുതപ്പെട്ടിട്ടുള്ള സൂഫി വര്യന്മാരാൽ അല്ലെങ്കിൽ സൂഫി കവികളാൽ എഴുതപ്പെട്ടിട്ടുള്ള സ്നേഹ സന്ദേശങ്ങളാണ് എല്ലാം തന്നെ. അതിൽ പൂർണ്ണമായും മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നുള്ള തത്വശാസ്ത്രം, ആ ഒരു ഫിലോസഫിയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഇന്നും റെലവൻ്റായി നിൽക്കുന്നതും ഇന്നും അതിനെ ആളുകൾ ഏറ്റെടുത്ത് അതിനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഭാഷയേക്കാൾ ഉപരി, ഭാഷ ഓഫ്കോഴ്സ് ഭാഷയിൽ കൂടെ നമ്മളൊരു കാര്യം നമുക്ക് പറയുന്നുള്ളൂ ഈ കാലഘട്ടത്തിൽ. നേരത്തെ ഈ ഭാഷകളെല്ലാം ഉത്ഭവിക്കുന്നതിന് മുമ്പും സംഗീതമുണ്ടായിരുന്നു, അല്ലെങ്കിൽ സൂഫിയുടെ ധ്വനികളുണ്ടായിരുന്നു. നമ്മുടെ സമവേദത്തിലേക്ക് പോയാലും ശരി, നമ്മുടെ സിക്റിലേക്ക് പോയാലും ശരി, അവിടെയെല്ലാം ഉരുവിട്ടുകൊണ്ടിരുന്നത് ഇത്രത്തോളം ഡെവലപ്പ് ചെയ്ത ഒരു ഭാഷയോ ഒരു സംസ്കാരമോ അല്ല. ഒരുപക്ഷെ ഓംകാരത്തിൽ നിന്ന് തുടങ്ങിയ ആ ഒരു സന്ദേശം, അവിടെ നിന്നുണ്ടാകുന്ന ഒരു സ്പന്ദനം, അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാരം വഹിച്ചു കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന ഒരു എയിലസ എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ശബ്ദ പ്രകടനങ്ങൾ, അതെല്ലാം പിൽക്കാലത്തിൽ അതൊരു റിപ്പീറ്റഡ് കൈൻഡ് ഓഫ് റെൻഡിഷനായി മാറി. അതിനാണ് നമ്മൾ ഒരു വിധത്തിൽ ശിവോഷ്ടോത്തര ശതം എന്നോ അതല്ലെങ്കിൽ റാം എന്ന് നമ്മൾ പറയുന്നതോ അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്ന ആ ഒരു സിക്റോ അവിടെ നിന്നാണ് വരുന്നത്.
അതിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. തീർച്ചയായിട്ടും ആദ്യകാലങ്ങളിലുള്ള കോമ്പോസിഷൻസ് ഫാർസിയിലും അറബിയിലും ഉറുദുവിലുമൊക്കെ ആയി. പിന്നീട് അത് പഞ്ചാബി ഫോക്കിലേക്ക് വന്നു. പഞ്ചാബിയിൽ നിന്ന് നമുക്ക് ഇന്നും നമ്മൾ കേരളത്തിൽ എവിടെ പോയി സൂഫി സംഗീതം ആലപിക്കുമ്പോഴും എല്ലാവരും പറയാറുണ്ട് ലാലും വരെ 10 പാടാൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് ബോധ്യമാവുന്നത് അവിടെ ഭാഷയല്ല ആളുകൾക്ക്, അതിന്റെ ഒരു ട്യൂണാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു സ്പിരിറ്റ്, അതല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഒരു മിസ്റ്റിക് ഫീലിംഗ് ആണ് അത്തരത്തിലുള്ള ഒരു. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാൻ സമയമായി എന്ന് തോന്നുന്നു. ഓക്കെ, തീർച്ചയായിട്ടും. सांसों की माला पे, सांसों की माला का सांसों की माला पे मरू में फीका सांसों की माला पे सिमरों में फीका सांसों की माला पे सिमरों में फीका अपने मन की मैं जानू और के मन की सांसों की माला पे सिमरों में फीका सांसों की माला पे सिमरों में फीका നിലാവ് പോലെ അല്ലെങ്കിൽ നിലാവിനേക്കാൾ ഭംഗിയായ സംഗീതം കൊണ്ട് നമ്മുടെയും പ്രേക്ഷകരുടെയും ഒക്കെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഞാനും എൻ്റെ നന്ദി എൻ്റെ പേരിലും എൻ്റെ ടീമിൻ്റെ പേരിലും പ്രത്യേകിച്ച് മീഡിയ വണ്ണിനും ഈ അവസരം ഒരുക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ പ്രൊഡ്യൂസറിനും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ ഒരു സ്നേഹധാരയിലേക്ക് ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് ഈ ലോകം ഒരു സുന്ദരമായ സ്നേഹത്തിൻ്റെ പറുദീസയാക്കി മാറ്റുവാൻ നമ്മൾക്ക് കഴിയും. നമ്മുടെ ഉള്ളിലുള്ള നഫ്സ് ഇല്ലാതായാൽ സ്നേഹം വളർത്താൻ സാധിക്കുമെന്നതിന് വളരെ ഉത്തമമായ ഉദാഹരണങ്ങളാണ് സൂഫി കാവ്യങ്ങൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ, സ്നേഹമുണ്ടാവട്ടെ. ഈ നന്മയുടെ മാസങ്ങളിലും എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്കാരം. അഷ്റഫായി, ഒരിക്കൽ കൂടി സ്നേഹം കൊണ്ട്, സംഗീതം കൊണ്ട്, സ്നേഹം കൊണ്ട് ഇനിയും ഹൃദയം നിറയ്ക്കാൻ സാധിക്കട്ടെ. നന്ദി.